എവിടെയായിരുന്നു വന്നിരുന്നത്? ഞാൻ സ്കൂളിൽ വിട്ട് രാവിലെ വന്നപ്പോ ഒരു നായ അവിടെ നിൽക്കണ്ടായിരുന്നു. എന്റെ പിന്നാമ്പുറത്തുനിന്ന് ഒരു നായ ഓടിന്ന്. അതില് ഞാൻ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. അപ്പൊ എന്നെ പിടിച്ചാൻ പറ്റിയില്ല. പിന്നെതാ ഞാൻ പഠിപ്പിച്ചപ്പോ അതിനെ കൊണ്ട് പഠിച്ച് ഓടി. ഓടിയാ? ഓ കണ്ടില്ല, നിങ്ങൾ കേട്ടില്ലേ? കേൾക്കണില്ലേ? ഓ എന്നിട്ട് ഓടിച്ചോടി. എന്നിട്ട് അപ്പൊ ഇന്റെ അവിടെയുള്ള സ്കൂളിലേക്കൊക്കെ വരുമ്പോള്ള എന്റെ താത്ത പേടി പോയി വരുന്നേ. ആദ്യം ഞാന് പോയി വന്ന് അവിടെ പുറത്തിറങ്ങിയപ്പോഴാണ് നായനെ കണ്ടത്. എവിടെ പോയിരുന്നു അപ്പൊ? അപ്പൊ ഇന്നെ കണ്ട് പേടിച്ചപ്പോള് അതുകൊണ്ട് തന്നെ ഓടി. മോനെവിടെ പോയിരുന്നോ? പേരെന്തായിരുന്നു? നബി മുഹമ്മദ്. എവിടെ പോയിരുന്നു? സ്കൂൾക്ക് പോയിരുന്നോ? രാവിലെ ആണോ? എപ്പോഴാണ്? വന്നപ്പോഴാണ്. അല്ല, എന്നിട്ട് ആ നായൻ എന്താ ചെയ്തത്? നായ പേടിച്ചാ കണ്ടപ്പോ? എന്താ ചെയ്തത്? എന്താ ചെയ്തത്? ഓടിച്ചോ? എങ്ങനെ ഓടിച്ചത്? ഓടില്ലേ? ഓടാ, നല്ല കുട്ടിട്ടാ, നല്ല കുട്ടി. എത്ര ക്ലാസ്സിലാണ്? 1ാം ക്ലാസ്സിൽ. 1-ല്ലേ? മിടുക്ക. ഏതാ സ്കൂള്? കൂരിയാട് KRHS അല്ലേ? ഓക്കെ. കുട്ടിനെപ്പാണിതല്ലേ? ക്യാമറ ചെക്ക് ചെയ്തു. അങ്ങനെ ക്യാമറ ഇവന് ഇങ്ങനെ നായിനെ ഞാൻ പിന്നെ എൻ്റെ നേർക്ക് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടില്ല, ഉമ്മാനോട് പറഞ്ഞേ. അപ്പോൾ നമ്മൾ ക്യാമറ ചെക്ക് ചെയ്തു. CCTV ക്യാമറ ചെക്ക് ചെയ്തപ്പോഴാണ് കണ്ടത് 2 നായ്ക്കൾ ഇവൻ്റെ ആർക്ക് വന്നതും. അപ്പോൾ ആദ്യം ഒരു നായ വന്നത്. അപ്പോൾ ഓന് ആ നായിനെ ഫോക്കസ് ചെയ്ത് നിൽക്കുക. പെട്ടെന്ന് പിറകുന്ന വേറെ നായി ഓടി വന്നു. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഓന് എല്ലാ സൈഡിലും ജമ്പ് ചെയ്തുകൊണ്ട് മാറി നിന്ന് ഒരു സ്ഥലത്ത് സ്റ്റാൻഡായി നിന്നില്ല. നിന്നിക്കണമെങ്കിൽ അവൻ്റെ കാലിന് കടി കിട്ടും, കാരണം നായ അത്യാവശ്യം സൈസുള്ളതാണ്. അപ്പോൾ ആ ജമ്പ് ചെയ്ത് നിന്നപ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നപ്പോൾ പിന്നെ ബഹളം വെച്ചു. അവനെ ഒച്ചയിൽ നല്ല ശബ്ദം ഉണ്ടാക്കി. അപ്പൊ നായ ഒന്ന് ചെറുതായിട്ടൊന്ന് പേടിച്ചു. പിന്നെ ഇവന് ബാക്കിൽ, പിന്നെ നായിന്റെ പിറകിൽ പിന്നെ നായ തിരികെ വരണ്ട വെച്ചിട്ട് ഒന്നും കൂടെ കുറച്ചും കൂടെ പിറകിൽ ഓൻ ഓടിയപ്പോഴും പൂർണ്ണമായിട്ട് പോയി. പരിശീലനം കിട്ടിയ ഒരാളെ പോലെയാണ് ഓനാണ് പെരുമാറുന്നത്. നല്ല മനസ്സാന്നിധ്യവും ധൈര്യവും അല്ലേ? നായിനെ ഓടിക്കാണ് ഓടിക്കേണ്ടടുത്ത് ബദല് നായിനെ ഓടിക്കുകയില്ല. സ്കൂളിൽ ഓൻ സ്കേറ്റിങ്ങിന് പോകുന്നുണ്ട്. പിന്നെ സൂപ്പർ ഹീറോസ് പറഞ്ഞാണ്ട് എപ്പോഴും ഇങ്ങനെ മതിൽമ കയറിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ജമ്പ് ചെയ്ത് അങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള ആളാണ്. അതാണ് കേട്ടില്ല നിങ്ങള്? അതൊരു സംഭവമായി. ഇടയ്ക്ക് പൊറോട്ട കഴിക്കുമ്പോഴൊക്കെ പൊറോട്ട അൺഹെൽത്തി പറഞ്ഞ് കഴിക്കാതെ നമ്മൾ കൂടെ ഉള്ളത് ഇത് നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും പിന്നെ പഞ്ചായത്തിന്റെ മെമ്പറും ഇവിടുത്തെ പ്രദേശത്തുകാരൻ കൂടിയായ റഷീദ് സാഹിബ്, PK റഷീദ് സാഹിബ്. കുട്ടിന്റെ ഉപ്പയാണ്, വലിയപ്പയാണ്. നിങ്ങളെ പേരെന്താ? ഞാൻ പറയും, ഷാജാൻ. ഓക്കെ. ഇത് അബൂക്കർ മാഷ്, പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണ്. ഇത് കണ്ട എന്നിട്ട് മിഠായി ബനങ്ങോട്ട് വരാൻ നായി ഓടി വന്നാണ് എൻ്റെ അടുത്ത്. നായിൻ്റെ പിന്നെ കടിച്ചാനായിട്ട് വന്നേ. അങ്ങോട്ട് നായിക്ക് കടിച്ചാൻ കിട്ടുന്നില്ല. ആയതുകൊണ്ടാണോ രക്ഷപ്പെട്ടത് അല്ലേ? വികൃതി ഉള്ളതുകൊണ്ടും പുറത്തിറങ്ങി പരിശീലനം ഉള്ളതുകൊണ്ടും ആൾക്കാരെ ഇടയിൽ ഇടപെടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഈ കാര്യം വന്നപ്പോ നമ്മളെ കുട്ടികളൊക്കെ ആണെങ്കിൽ പതറിയിട്ടുണ്ടാവും. പഠിക്കുന്നത് കൂരാട് പാണ്ഡികശാല KRHS. അവിടെ ഇന്നലെ ടീച്ചേഴ്സ് അവനെ വിളിച്ചിട്ട് ചോക്ലേറ്റ് ഒക്കെ കൊടുത്ത് അപ്രീഷിയേറ്റ് ചെയ്ത് അവിടെ അതിനോട് സ്റ്റുഡിയോ കൊണ്ടുപോയി അവിടെ നിന്ന് ഫോട്ടോ അടിച്ച് ഇടുമാഷ എല്ലാവരോടും ഇൻഫോം ചെയ്തിട്ട് പ്രിൻസിപ്പളൊക്കെ. എന്നിട്ട് പിന്നെ ഇവന്റെ വീഡിയോ അവിടെ പ്രസന്റ് ചെയ്തു. സ്കൂളിൽ പ്രസന്റ് ചെയ്തു. പ്രസിഡന്റ് സദീഖ് പറഞ്ഞത് എന്താ പറഞ്ഞത്? ഡോഗ് വന്ന് എന്താ ചെയ്യേണ്ടത് ഒന്ന് പറയും. നല്ല കുട്ടിയല്ലേ? ഡോഗ് വന്ന് എന്താ ചെയ്യേണ്ടത്? അപ്പൊ പറഞ്ഞ് പിന്തിരിഞ്ഞു ഓടരുത്. പിന്നെന്താ ചെയ്യേണ്ടത്? അങ്ങോട്ടും കിട്ടാത്ത മാതിരി ചാടണം അല്ലേ? ഈ എവിടുന്ന ചാടാൻ പഠിച്ചത്? എവിടുന്ന പഠിച്ചത്? ഇവിടുന്നോ? എങ്ങനെ പഠിച്ചത്? ഇവന് പിടിച്ചാൻ പറ്റാത്ത മാതിരി ആക്കലുണ്ട്. അപ്പൊ ഞാൻ അതേമാതിരി ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ പിടിച്ചാൻ പറ്റൂല. അതേമാതിരി ഞാനും ആക്കിയപ്പോ തന്നെ പിടിച്ചാൻ പറ്റിയില്ല. മിടുക്ക. ഇവൻ ആള് കൊള്ളാലോ. പേരെന്താ? 1ാം ക്ലാസ്സിലാ? 2-ലാ അല്ലേ?
ഓക്കെ നന്നായി. ഇതില് ഇനിയിപ്പോ നമുക്ക് പിന്നെ ഇതില് സംഭവം എന്താ പറയാ അബൂബക്കർ മാഷേ, ഇതിലിപ്പോ കോട്ടക്കല് എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പോൾ ഒരു ഒറ്റയാൾ സമരം നടത്തി മുനിസിപ്പാലിറ്റിക്ക് മുന്നിൽ. സോലി എന്നറിയും. അവൻ്റെ കുട്ടി വീട്ടിൽ ഇതേമാതിരി മുറ്റത്ത് നിൽക്കുമ്പോൾ വന്ന് അറ്റാക്ക് ചെയ്തു. സമരം വലിയ സമരമൊക്കെ ആയിരുന്നത് ഒരു. അതേപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കോട്ടക്ക ബൈപ്പാസിൽ വീട്ടിൽ കയറിയിട്ട് നായി കടിച്ചു. പിന്നെ തൊട്ടടുത്ത വീട്ടിൽ വരാന്തയിൽ കയറിയിട്ട് കടിച്ചു. അപ്പോൾ ഇതിങ്ങനെ ദിനം പ്രതി ഇതിൻ്റെ ഭീകരത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഗവൺമെൻറ് എന്നല്ല, ശക്തമായ നടപടി ഇതുവരെ നമ്മൾ ഈ വീഡിയോ ചെയ്യേണ്ടതിൽ അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഉണ്ട്. കമൻറ്റ് ചെയ്യാൻ നിങ്ങളെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇതിന് എങ്ങനെയാണെന്നുള്ളത് ചില കുട്ടി നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ലൊരു മാതൃകയാണ്. അവൻ അവസരത്തിനൊത്ത് അവൻ്റെ മനസാന്നിധ്യം ധൈര്യം കൈവിടാതെ പ്രവർത്തിച്ചതുകൊണ്ടാണ് രക്ഷപ്പെടാൻ അവസരം കിട്ടിയത്. ആ ഒരു രീതിയിലേക്ക് നമ്മുടെ കുട്ടികൾ മാറണം. എന്താ പ്രസിഡന്റ് കുട്ടികൾക്ക് ഈ സ്പോട്ട് ഏതാ വരുന്നത്? കറക്റ്റ് ഇരുമ്പുചോല പഞ്ചായത്തിലെ ഇരുമ്പുചോലയാണ്. സന്തോഷമായില്ലേ? വളരെ സന്തോഷമായി. കുട്ടികൾക്കും തന്നെ ഇത് പിന്നെ ഒരു പ്രചോദനമാണ്. അറിയില്ല എന്താണ് റഷീദ് ഭായി പറയാനുള്ളത്? ഏതായാലും നമ്മളെ നാടിനും അതുപോലെ തന്നെ ഈ കുടുംബത്തിനൊക്കെ ഒരു അഭിമാനമാണ്. എന്താണ് വിശേഷം? നല്ല വിശേഷം. നിങ്ങളെ നാട്ടിക്ക് വന്നിട്ട് എന്താണ് ഒരു സുഹൃത്തും നമ്മളെ സ്റ്റുഡന്റും കൂടിയാണ്. ആണല്ലേ? സമീർ മാഷ സ്റ്റുഡന്റ് ആണത്. ഓ ഗ്രേറ്റ്. സുഹൃത്തുമാണ്, ഏറ്റവും വലിയ സുഹൃത്താണ്. ആണല്ലേ? എന്താ സൂപ്പർ സ്റ്റാറിനെ കുറിച്ച് പറയാനുള്ളത്? നമ്മളെ നാടിന്റെ അഭിമാനമായി. നാടിന്റെ അഭിമാനമാണ്. മറ്റു കുട്ടികളൊക്കെ ഒന്ന് കണ്ടുകാണ്ടേ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ്